ഗുഡ് മോർണിംഗ്. ഒബ്സ്ക്യൂറ സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്തെ ലോക്കൽ ടൂറിസ്റ്റ് പ്ലേസായ മിനി ഊട്ടിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. ലെറ്റ്സ് ഗോ. നമ്മൾ പോകുന്ന വഴിക്കുള്ള മലപ്പുറത്തെ റോഡരികിലെ ചില കാഴ്ചകളാണിത്. മിനിയൂട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. വലിയ മരങ്ങളും തണലൊക്കെ ആയിട്ട് നമ്മളൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ പിന്നിട്ട് നമ്മളിങ്ങോട്ട് മിനിയൂട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റാണിത്. നമുക്ക് കാണുമ്പോൾ ഊട്ടിയോടൊരു ചെറിയ സാദൃശ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അതിന് മിനി ഊട്ടി എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത് രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല കോടയൊക്കെ മൂടിയിട്ട് നല്ല രസമുള്ള സീനിയറാണെന്നാണ്. പക്ഷേ നമ്മളെത്തിയ സമയം ഓൾറെഡി ലേറ്റാണ്. ഊട്ടിയിൽ നിന്ന് ചെരിപ്പടിമലയിലേക്ക് പോകുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റാണിത്. നല്ലൊരു ഹൈ റേഞ്ച് വ്യൂ ആണ്. ചുറ്റും മലനിരകളൊക്കെ ആയിട്ടുള്ള നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആ കാണുന്ന ചെരിപ്പടിമലയിലേക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെരിപ്പടിമലയിലാണ്. നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ ചെരിപ്പടിമലയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മൊത്തത്തിൽ ഒരുപാട് മലകളുടെ ഇടയിലുള്ള ഒരു വ്യൂ ആണ്. നല്ലൊരു ഹൈ റേഞ്ച് പ്ലേസ് ആണ്. കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേ ആണ് ആ ദൂരത്ത് കാണുന്നത്. പിന്നെ ഒരുപാട് കൂറുകളൊക്കെയുള്ള നല്ലൊരു പ്ലേസ് ആണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളും ഒഴിവ് സമയങ്ങളുമായിട്ട് ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. അടുത്ത പ്രദേശങ്ങളിലെ ആളുകൾക്കൊക്കെ ഒരു സായാഹ്നത്തിന് ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ആളുകൾ എത്തി തുടങ്ങിയതുകൊണ്ട് തന്നെ റോഡുകളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റോഡുകളൊക്കെ ഉണ്ട്. നല്ലൊരു പ്ലേസ് ആണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ചെറിയ രീതിയിൽ ദാഹമകറ്റാനും വിശപ്പടക്കാനുമുള്ള ഒരേ ഒരു ഉപാധിയാണ് ഈ ചെറിയ കട. ഇവിടുത്തെ കനത്ത വെയിലിൽ ദാഹമകറ്റാൻ ഞാനും ആ ചെറിയ കടയെ ലക്ഷ്യമാക്കി നടന്നു. ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആളുകൾ എത്തി തുടങ്ങുന്നുണ്ട്. ഊട്ടി ചെരിപ്പടിമല അടങ്ങുന്ന നമ്മുടെ ഇന്നത്തെ സന്ദർശനത്തിൻ്റെ തന്നെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വന്ന സമയത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയായില്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ നല്ല രീതിയിൽ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് നാഫിഷ സൈനിങ്.